At the two ends of a horizontal line, angles of the same size are drawn and 2 points on these slanted lines are joined. Question 1. Prove that the horizontal line blue and slanted line red cut each other into the parts in the same ratio. അതായത് ഫിഗറിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ട്, അതായത് ബ്ലൂ കളറിലുള്ള ലൈന്. അതിൻ്റെ രണ്ട് എൻഡ്സിലും സെയിം ആംഗിൾസിലായിട്ട് രണ്ട് ലൈൻസ് വെച്ചിട്ടുണ്ട്, അതായത് രണ്ട് ഗ്രീൻ ലൈൻസ് അല്ലേ. ഇനി ഈ ഗ്രീൻ ലൈൻസിൻ്റെ എൻഡ്സ് ജോയിൻ ചെയ്തുകൊണ്ട് ഒരു റെഡ് കളറിലെ ലൈനും വരച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ റെഡ് കളറിലുള്ള ലൈനില്ലേ, അത് നമ്മുടെ ബ്ലൂ കളറിലെ ലൈനിനെ കട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കട്ട് ചെയ്യുന്ന റേഷ്യോ, ബ്ലൂ കളറിനെ കട്ട് ചെയ്യുന്ന റേഷ്യോയും അതേപോലെ റെഡ് ലൈനിനെ ബ്ലൂ കളർ ലൈൻ കട്ട് ചെയ്യുന്ന റേഷ്യോയും സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ABCD എന്ന് നെയിം ചെയ്യാം. നമുക്ക് ബ്ലൂ കളറിൻ്റെ പാർട്സ് ഏതൊക്കെയാണ്? AEയും EBയും അല്ലേ, അതായത് ഇതും ഇതും. റെഡ് കളറിൻ്റെ പാർട്സ് ഏതാ? CEയും EDയും അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ഈ റേഷ്യോ സെയിം ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് AE/EB = CE/ED എന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ട്രയാങ്കിൾ ACEയും ട്രയാങ്കിൾ DBEയും ഒന്ന് നോക്കൂ. അതിൽ ആംഗിൾ A = ആംഗിൾ B അല്ലേ. ട്രയാങ്കിൾ ACEയിലെ ആംഗിൾ Aയും ട്രയാങ്കിൾ BDയിലെ ആംഗിൾ Bയും ഈക്വൽ ആണ്. കാരണം എന്താണ്? ആ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ആംഗിൾസ് ഓഫ് ദ സെയിം സൈസ് ആർ ഡ്രോൺ എന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതേപോലെ ട്രയാങ്കിൾ ACEയിലെ ആംഗിൾ AECയും ട്രയാങ്കിൾ BDEയിലെ ആംഗിൾ BEDയും ഈക്വലാണ്. കാരണം എന്താവുക? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് അല്ലേ. സോ ആംഗിൾ AEC = ആംഗിൾ BED. രണ്ട് ട്രയാങ്കിൾസിലെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾസും തമ്മിൽ ഈക്വൽ ആയിരിക്കും അല്ലേ. സോ ആംഗിൾ C എന്തായിരിക്കും? = ആംഗിൾ D ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും മൂന്ന് ആംഗിൾസ് പരസ്പരം ഈക്വൽ ആണ്. അതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾസും എന്താണ്? സിമിലർ ട്രയാങ്കിൾസ് ആണ് അല്ലേ. പക്ഷേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻ സിമിലർ ട്രയാങ്കിൾ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഇൻ സെയിം റേഷ്യോ. സോ ഇവയുടെ ഈ ഈക്വൽ ആംഗിൾസ് ഏതൊക്കെയാണ്? നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ടല്ലേ. ആംഗിൾ A = ആംഗിൾ B, ആംഗിൾ AC = ആംഗിൾ BD, ആംഗിൾ C = ആംഗിൾ D അല്ലേ. അപ്പോൾ ഇനി ഈ ആംഗിൾസിന് ഓപ്പോസിറ്റുള്ള സൈഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഏതൊരു ട്രയാങ്കിൾ ACയിലെ സൈഡ്സ് നോക്കാം. പിന്നെ നമുക്ക് എന്താണ് ട്രയാങ്കിൾ BDയിലെ ഓപ്പോസിറ്റ് സൈഡും കാണാം. ട്രയാങ്കിൾ ACയിലെ ആംഗിളാണ് ആംഗിൾ A. ആംഗിൾ Aക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാണ്? CE ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ CE എന്ന് കൊടുക്കാം. ഇനി ആംഗിൾ B, ആംഗിൾ Bക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാണ്? ട്രയാങ്കിൾ BDയിൽ അത് ED ആണ് അല്ലേ. അപ്പോൾ ED എന്ന് കൊടുക്കാം. ഇനി ആംഗിൾ AEC, ട്രയാങ്കിൾ ACയിലെ ആംഗിൾ AECക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാണ്? AECക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് AC ആണ് അല്ലേ. സോ AC എന്ന് കൊടുക്കാം. ഇനി ട്രയാങ്കിൾ BDയിൽ ആംഗിൾ BEDക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാണ്? BD ആണ് അല്ലേ. അപ്പോൾ BD എന്ന് എഴുതാം. ഇനി ആംഗിൾ Cക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാണ്? ട്രയാങ്കിൾ ACയിൽ അത് AE ആണ് അല്ലേ. സോ AE എന്ന് എഴുതാം. ഇനി ആംഗിൾ Dക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാണ്? ട്രയാങ്കിൾ BDയിൽ EB ആണ് അല്ലേ. അപ്പോൾ EB എന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റുള്ള സൈഡ്സ് കണ്ടുപിടിച്ചു. അപ്പോൾ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റുള്ള സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ റേഷ്യോ കണ്ടുപിടിക്കുക. ആംഗിൾ Aക്കും ആംഗിൾ Bക്കും ഓപ്പോസിറ്റുള്ള സൈഡ്സാണ് CEയും EDയും. സോ അവയുടെ റേഷ്യോ എന്താണ്? CE/ED. ഇനി അടുത്ത രണ്ട് റേഷ്യോ എന്താണ്? ACയും BDയും ആണ് സൈഡ്സ് അല്ലേ. അപ്പോൾ AC/BD. അടുത്ത രണ്ട് സൈഡ്സ് Aയും EB ആണ്. അവയുടെ റേഷ്യോ AE/EB. ഓക്കെ. അപ്പോൾ ഈ റേഷ്യോസൊക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഈ ബ്ലൂ കളർ ലൈൻസിൻ്റെ പാർട്സ് തമ്മിലുള്ള റേഷ്യോയും റെഡ് കളർ പാർട്സ് തമ്മിലുള്ള റേഷ്യോ സെയിം ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ബ്ലൂ കളർ സൈഡ് ഏതാണ്? AB. ABയുടെ പാർട്സാണ് AEയും EBയും. അത് വരുന്ന റേഷ്യോ ഏതാണ്? ഇത് അല്ലേ, AE/EB. പിന്നെ റെഡിൻ്റെ പാർട്സ് ഏതാണ്? CEയും EDയും. അത് വരുന്ന റേഷ്യോ ആണ് ഇത്. അപ്പോൾ ഈ രണ്ട് റേഷ്യോസും ഈക്വൽ അല്ലേ. കാരണം എന്താണ്? ഇൻ സിമിലർ ട്രയാങ്കിൾ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഇൻ സെയിം റേഷ്യോ. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് കേട്ടോ.
അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് CE/ED ഈസ് ഈക്വൽ ടു എന്താണ് AE/EB അല്ലേ. അതായത് എന്താണ് സിയും ഇഡിയും എന്താണ് റെഡ് ലൈനിൻ്റെ പാർട്സാണ്. അതേപോലെ AE/EB എന്ന് പറയുന്നത് ബ്ലൂ ലൈനിൻ്റെ പാർട്സാണ് അല്ലേ. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തില്ലേ, അതായത് റെഡ് ലൈനിൻ്റെ പാർട്സ് തമ്മിലെ റേഷ്യോയും ബ്ലൂ ലൈനിൻ്റെ പാർട്സ് തമ്മിലെ റേഷ്യോ സെയിം ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി ക്വസ്റ്റ്യൻ 2, പ്രൂവ് ദാറ്റ് ദ സ്ലാൻഡഡ് ലൈൻസ് ഗ്രീൻ അറ്റ് ദ എൻഡ്സ് ഓഫ് ദ ഹൊറിസോണ്ടൽ ലൈൻ ആർ ഓൾസോ ഇൻ ദ സെയിം റേഷ്യോ. ഗ്രീൻ ലൈൻസ് ഏതൊക്കെയാണ്? ACയും BDയും. അത് നമ്മൾ ഓൾറെഡി കണ്ടല്ലേ, ഈ റേഷ്യോ AC/BD ഈക്വൽ ആണ്. CE/ED ഈസ് ഈക്വൽ ടു AE/EB ഈസ് ഈക്വൽ ടു എന്താണ് AC/BD അല്ലേ. AC അല്ലേ ഗ്രീൻ ലൈൻസ്, ACയും BDയും. അപ്പോൾ അവ തമ്മിലുള്ള റേഷ്യോയും എന്താണ്, ഇത് സെയിം ആണ്. കാരണം ഇതൊക്കെ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റുള്ള സൈഡ്സ് ആണ്. സിമിലർ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് ആ റേഷ്യോസൊക്കെ സെയിം ആയിരിക്കും അല്ലേ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ഹൗ ദിസ് ഐഡിയ ക്യാൻ ബി യൂസ് ടു ഡിവൈഡ് എ 6 cm ലോങ് ലൈൻ ഇൻ ദ റേഷ്യോ 3:4. അതായത് ഈ ഐഡിയ വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഒരു 6 cm ലെങ്ത് ഉള്ള ലൈനിനെ 3:4 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളെന്താ കണ്ടത്, ഒരു ലൈന് വരയ്ക്കുക, അതിന് എന്താണ് ഒരു ഈക്വൽ ആംഗിൾസിൽ, അപ്പോൾ ഇതൊരു X ആംഗിൾ ആണെങ്കിൽ ഒരു ലൈന് വരച്ചു, ഈ എൻഡിൽ X ആംഗിളിൽ മറ്റൊരു ലൈൻ വരച്ചു അല്ലേ. അപ്പോൾ എന്നിട്ട് ഈ രണ്ട് ലൈൻസിൻ്റെ എൻഡ്സ് ജോയിൻ ചെയ്തു. നമ്മൾ കണ്ടു AE/EB എന്ന് പറയുന്നത് എന്താണ്, AC/BD ആണ്. നമ്മളിവിടെ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ് അല്ലേ. സെക്കൻഡ് പാർട്ടിൽ നമ്മളിവിടെ കണ്ടു എല്ലാ റേഷ്യോയും സെയിം ആണ് അല്ലേ. AC എന്ന് പറയുന്നത് എന്താണ്, ഗ്രീൻ ലൈനിൻ്റെ ഇതായിരുന്നു അല്ലേ. അതായത് ഈ രണ്ട് പാർട്സ് തമ്മിലുള്ള റേഷ്യോയും ഈ രണ്ട് പാർട്സ് തമ്മിലുള്ള റേഷ്യോയും എന്താണ്, സെയിം ആണ് അല്ലേ. ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള പാർട്സിൻ്റെ റേഷ്യോയും ഈ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള റേഷ്യോയും എന്താണ്, സെയിം ആണ് അല്ലേ. അപ്പോൾ നമുക്ക് വരയ്ക്കേണ്ടത് 6 cm ലെങ്ത്തുള്ള ലൈന് വരച്ചിട്ട് 3:4 റേഷ്യോയിൽ കട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം 6 cm ലെങ്ത്തുള്ള ഒരു ലൈന് വരയ്ക്കണം. അതിൻ്റെ എൻഡിൽ ഏത് റേഷ്യോയിലാണ് കട്ട് ചെയ്യേണ്ടത്, 3:4 റേഷ്യോ ആണ് അല്ലേ, 3:4. അപ്പോൾ ആദ്യം നമ്മൾ ഒരു എൻഡിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ആംഗിൾ, ഫോർ എക്സാമ്പിൾ 30 ആണെങ്കിൽ 30 ഡിഗ്രി എടുക്കുക. അതിൽ എന്ത് 3 cm ഒരു ലൈൻ വരയ്ക്കണം. 30 ഡിഗ്രി ആംഗിളിൽ 3 cm ലെങ്ത്തുള്ള ലൈൻ വരയ്ക്കണം. ഇനി മറ്റേ എൻഡിൽ താഴോട്ട് സെയിം ആംഗിളിൽ, ഇപ്പോൾ ഇവിടെ 30 എടുക്കുകയാണെങ്കിൽ ഇവിടെയും 30 എടുക്കണം. ഈ 60 ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടെയും 60 എടുക്കണം അല്ലേ. എന്നിട്ട് എത്ര സെൻറ്റിമീറ്ററാണ് വേണ്ടത്, 4 cm അല്ലേ. 4 cm എന്താണ് ഈ ലൈൻ വരയ്ക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ രണ്ട് എൻഡ്സും ജോയിൻ ചെയ്യണം അല്ലേ. അപ്പോൾ ഈ പോയിൻ്റ് ഈ കട്ട് ചെയ്യുന്നത് റേഷ്യോ എന്തായിരിക്കും, 3:4 റേഷ്യോ ആയിരിക്കും അല്ലേ. 3:4 റേഷ്യോയിലാണ് ഈ 6 cm ലൈനിനെ നമ്മുടെ ഈ സ്ലാൻഡഡ് ലൈന് കട്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ രണ്ട് പാർട്സ് തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും, ഈ എൻഡിൽ വരയ്ക്കുന്ന സെയിം ആംഗിൾ വരയ്ക്കുന്ന ലൈനില്ലേ ലെങ്ത്ത്, അതിൻ്റെ റേഷ്യോ ആയിരിക്കും. The picture below shows a square sharing one corner with a right triangle and the other 3 corners on the sides of this triangle. Question 1, calculate the length of the sides of the square. അതായത് താഴെ ഫിഗറിൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട് യെല്ലോ കളറിൽ. അതിന് നടുക്കായിട്ട് എന്താണ് ഒരു സ്ക്വയർ വരച്ചിട്ടുണ്ട്. അത് ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഈ സ്ക്വയർ കോർണർ തന്നെയാണ് സ്ക്വയറിൻ്റെ ഒരു കോർണർ അല്ലേ. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് ദ, ഈ സ്ക്വയറിൻ്റെ സൈഡ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സ്ക്വയറിൻ്റെ സൈഡ് X എന്നെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് X, ഇത് X, ഇതും X, ഇതും X. കാരണം ഇതൊക്കെ എന്താണ് സ്ക്വയറിൻ്റെ സൈഡ്സ് ആണല്ലേ. ഇനി നമുക്കിതിന് ABCD എന്ന് നെയിം ചെയ്യാം. ABCDEF. ഓക്കെ, ട്രയാങ്കിൾ AEDയും ട്രയാങ്കിൾ DFCയും ഒന്ന് നോക്കൂ. ട്രയാങ്കിൾ AEDയിലെ ആംഗിൾ ADയും ട്രയാങ്കിൾ DFCയിലെ ആംഗിൾ സിയും എന്താണ് ഈക്വലാണ്. കാരണം എന്താണ്,
ഇവ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് അല്ലേ? കാരണം ഇ ഡി ബി എഫ് ഒക്കെ എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയറിൻ്റെ സൈഡ്സ് ആണ്. സ്ക്വയറിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്താ? പാരലലാണ്. അപ്പോൾ ഈ രണ്ട് പാരലൽ ലൈൻസിനെ എ സി എന്ന ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് എന്ത്? ആംഗിൾ എ ഡി ഇയും ആംഗിൾ സിയും. സോ ആംഗിൾ എ ഡി ഇ ഈസ് ഈക്വൽ ടു ആംഗിൾ സി. അതേപോലെ ട്രയാങ്കിൾ എ ഇ ഡിയിലെ ആംഗിൾ എ ഇ ഡി എത്ര 90 ഡിഗ്രിയാണ്. ട്രയാങ്കിൾ ഡി എഫ് സിയിലെ ആംഗിൾ ഡി എഫ് സി എന്താണ്? 90 ഡിഗ്രിയാണ്. സോ അവ രണ്ടും ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിലെയും രണ്ട് ആംഗിൾസ് വീതം ഈക്വൽ ആണ്. അതുകൊണ്ട് മൂന്നാമത്തെ ആംഗിൾസും പരസ്പരം ഈക്വൽ ആയിരിക്കും അല്ലേ? സോ ആംഗിൾ എ, അതായത് ട്രയാങ്കിൾ എ ഡിയിലെ ആംഗിൾ എയും ട്രയാങ്കിൾ ഡി എഫ് സിയിലെ ആംഗിൾ എഫ് ടി സി എന്താണ്? ഈക്വൽ ആയിരിക്കും അല്ലേ? ഇതൊക്കെയാണ് ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇവയും എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് തന്നെയാണ്. കാരണം എന്താണ്? ഈ എ ബി എന്ന് പറയുന്നത് സ്ക്വയറിൻ്റെ സൈഡാണ് വരുന്ന ഒരു ലൈനാണ്. അതേപോലെ ഡി എഫ് എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയറിൻ്റെ രണ്ട് സൈഡ്സ് ആണ്. അപ്പോൾ ഇത് രണ്ടും സ്ക്വയറിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആയതുകൊണ്ട് ഇവ പാരലൽ ആയിരിക്കും. ഈ രണ്ട് പാരലൽ ലൈൻസിനെ നമ്മുടെ എ സി എന്ന ലൈന് കട്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് ആംഗിൾ എയും ആംഗിൾ എഫ് ടി സിയും. സോ ദേ ആർ ഈക്വൽ. എനിക്ക് രണ്ട് വിധത്തിൽ എഴുതാം. ഒന്നെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ അത് എഴുതേണ്ട ആവശ്യമില്ല. രണ്ട് ട്രയാങ്കിൾസിൻ്റെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾസും ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ 3 ആംഗിൾസും ഈക്വൽ ആണ് ഈ ട്രയാങ്കിൾ എ ഇ ഡിയിലെയും ട്രയാങ്കിൾ ഡി എഫ് സിയിലെയും. അതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾസും എന്താണ്? സിമിലർ ട്രയാങ്കിൾസ് ആണ്. പക്ഷേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻ സിമിലർ ട്രയാങ്കിൾ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഇൻ സെയിം റേഷ്യോ. അല്ലേ? അപ്പോൾ ഈക്വൽ ആംഗിൾസ് ഏതൊക്കെയാണ് ഈ രണ്ട് ട്രയാങ്കിൾസിലെയും? നമ്മളിവിടെ കണ്ടല്ലേ, ആംഗിൾ എ ഡി ഇ ഈസ് ഈക്വൽ ടു ആംഗിൾ സി ആണ്. അതേപോലെ എഴുതാം, ആംഗിൾ എ ഇ ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി എഫ് സി ആണ്. ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ എഫ് ടി സി ആണ് അല്ലേ? നമ്മൾ നേരത്തെ എഴുതിയത് ഇതേപോലെ എഴുതി. ഓക്കെ, ഇനി ആംഗിൾസിന് ഓപ്പോസിറ്റുള്ള സൈഡ്സ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ സൈഡ്സ് ഓപ്പോസിറ്റ് ആദ്യം നമുക്ക് ഏത് ട്രയാങ്കിളിലെ കണ്ടുപിടിക്കാം? ട്രയാങ്കിൾ എ ഇ ഡി. ഇനി ട്രയാങ്കിൾ ഡി എഫ് സിയിലെ സൈഡ്സ് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ആംഗിൾ എ ഡി ഇക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാണ്? ട്രയാങ്കിൾ എ ഇ ഡിയിൽ ആംഗിൾ എ ഡിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ഇതല്ല ആംഗിൾ എ ഡി. അതിന് ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാണ്? എ ഇ ആണ് അല്ലേ? അപ്പോൾ നമുക്കവിടെ എ ഇ എന്ന് എഴുതാം. ഇനി ട്രയാങ്കിൾ ഡി എഫ് സിയിൽ ആംഗിൾ സിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാണ്? അത് ഡി എഫ് ആണ് അല്ലേ? അപ്പോൾ ഡി എഫ് എന്ന് എഴുതാം. ഇനി ആംഗിൾ എ ഇ ഡിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാണ്? ആംഗിൾ എ ഇ ഡി ഇതല്ല, അതിന് ഓപ്പോസിറ്റുള്ള സൈഡ് എ ഡി ആണ്. സോ എ ഡി എന്ന് എഴുതാം. ഇനി ആംഗിൾ ഡി എഫ് സിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാണ്? ഡി സി ആണ് അല്ലേ? അപ്പോൾ ഡി സി എന്ന് എഴുതാം. ഇനി ആംഗിൾ എക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാണ്? ട്രയാങ്കിൾ എ ഡിയിൽ ആംഗിൾ എക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ട്രയാങ്കിൾ എ ഇ ഡിയിൽ എക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ഇ ഡി ആണ് അല്ലേ? സോ ഇ ഡി എന്ന് എഴുതാം. ഇനി ആംഗിൾ എഫ് ടി സിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാണ്? ട്രയാങ്കിൾ ഡി എഫ് സിയിൽ എഫ് ടി സിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് എഫ് സി ആണ് അല്ലേ? അപ്പോൾ എഫ് സി എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇവ തമ്മിലുള്ള റേഷ്യോ ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യത്തെ ഈക്വൽ ആംഗിൾസ് ഏതാണ്? ആംഗിൾ എ ഡിയും ആംഗിൾ സിയും അല്ലേ? അപ്പോൾ അവയ്ക്ക് ഓപ്പോസിറ്റുള്ള സൈഡ്സ് ആണ് എ ഇയും ഡി എഫും. അവ തമ്മിലുള്ള റേഷ്യോ എ ഇ ബൈ ഡി എഫ്. ഇനി അടുത്ത ഈക്വൽ ആംഗിൾസ് ആണ് എ ഇ ഡിയും ഡി എഫ് സിയും. അപ്പോൾ അവയ്ക്ക് ഓപ്പോസിറ്റുള്ള സൈഡ്സ് ആണ് എ ഡിയും ഡി സിയും. അവ തമ്മിലുള്ള റേഷ്യോ എ ഡി ബൈ ഡി സി.
ഇനി അടുത്ത ഈക്വൽ ആംഗിൾസ് ആണ് ആംഗിൾ എയും ആംഗിൾ എഫ് ടി സിയും. അവയുടെ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് ഇ ഡി എഫ് സി. അവയുടെ റേഷ്യോ ഇ ഡി ബൈ എഫ് സി അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചല്ലോ ഈ റേഷ്യോ എന്തായിരിക്കും, അതായത് ഓപ്പോസിറ്റ് സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും അല്ലേ. സോ എ ഇ ബൈ ഡി എഫും എ ഡി ബൈ ഡി സിയും ഇ ഡി ബൈ എഫ് സി ഒക്കെ എന്താണ്, ഈക്വൽ ആണ് അല്ലേ. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ലെങ്ത് ഓഫ് സൈഡ് സ്ക്വയറിൻ്റെ സൈഡ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇ ഡി വരുന്നത് സ്ക്വയറിൻ്റെ സൈഡാണ്, അപ്പോൾ ഇത് ഒന്ന് ഈ റേഷ്യോ എടുക്കാം. ഡി എഫ് സ്ക്വയറിൻ്റെ സൈഡാണ് അല്ലേ, അപ്പോൾ ഈ റേഷ്യോ എടുക്കാം അല്ലേ. എ ഡി ഡി സി എന്ന് പറയുന്ന സ്ക്വയറിൻ്റെ സൈഡ്സ് ഇവിടെ തന്നിട്ടില്ല. എ ഡിയുടെയും ഡി സിയുടെയും മെഷർമെൻറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഈ തൽക്കാലം ഈ റേഷ്യോ എടുക്കണ്ട. ഓക്കെ, അപ്പോൾ ഈ രണ്ട് റേഷ്യോയും ഈക്വലാണ്. 3 റേഷ്യോ ഈക്വലാണ്, പക്ഷേ നമുക്ക് ഇപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ ഈ രണ്ട് റേഷ്യോയും എടുത്താൽ മതി. കാരണം ഇതിനകത്താണ് സ്ക്വയറിൻ്റെ സൈഡ് വരുന്നത്, ഇ ഡി ബൈ എഫ് സി അല്ലേ. എ ഇ എത്രയാണ്, എ ഇ 2 സെൻറ്റിമീറ്റർ ആണ്. സോ 2 ബൈ ഡി എഫ് എത്രയാണ്, ഡി എഫ് സ്ക്വയറിൻ്റെ സൈഡ് അത് എത്ര, എക്സ് അല്ലേ നമ്മൾ എടുത്തിട്ടുള്ളത്, എക്സ് ഈസ് ഈക്വൽ ടു ഇ ഡി എന്താണ്, ഇ ഡിയും സ്ക്വയറിൻ്റെ സൈഡാണ്, അത് എക്സ് അല്ലേ നമ്മൾ എടുത്തിട്ടുള്ളത് സ്ക്വയറിൻ്റെ സൈഡ്. സോ എക്സ് ബൈ എഫ് സി എത്രയാണ്, എഫ് സി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 1 ആണ് അല്ലേ. അപ്പോൾ എന്താണ്, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് നടുക്ക് ഈക്വൽ ആണെങ്കിലാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതെങ്ങനെ ചെയ്യാം, 2 × 1 ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ്. ദാറ്റ് ഈസ് 2 ഈസ് ഈക്വൽ ടു എന്താണ്, എക്സ് സ്ക്വയർ. അപ്പോൾ എക്സ് എന്താണ്, എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 എന്ന് എഴുതാം അല്ലേ. സോ എക്സ് എന്താണ്, സ്ക്വയർ റൂട്ട് ഓഫ് 2 അല്ലേ. ദാറ്റ് ഈസ് എക്സ് എന്ന് പറയുന്നത് എന്താ, സൈഡ് ഓഫ് സ്ക്വയർ അല്ലേ. സോ സൈഡ് ഓഫ് സ്ക്വയർ എന്താ, √2 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് സച്ച് എ സ്ക്വയർ ഡ്രോൺ വിത്തിൻ എ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 3 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ. അതായത് ഇതേപോലെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. അതിൻ്റെ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഏതാണ്, 3 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ട്രയാങ്കിളിൻ്റെ അകത്ത് വരയ്ക്കുന്ന സ്ക്വയറിൻ്റെ സൈഡ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് അതിനകത്തൊരു സ്ക്വയറും റൈറ്റ് ട്രയാങ്കിളാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് ഫിഗറിൽ കൊടുത്തതുപോലെ എ ബി സി ഡി മാർക്ക് ചെയ്യാം. ഇതേപോലെ എ ബി സി ഡി. സ്ക്വയറിൻ്റെ സൈഡ് എത്രയെന്ന് അറിയില്ല, നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇത് എക്സ്, ഇത് എക്സ്, ഇത് എക്സ്. പിന്നെ എന്താണ് തന്നിട്ടുള്ളത്, എത്ര സൈഡ്സ്, ഈ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് എത്രയാണ് തന്നിട്ടുള്ളത്, 3 4 5. ഇപ്പോൾ ചെറിയ ലെങ്ത്ത് ബേസ് നമുക്ക് എന്തായിരിക്കുക, 3 ആയിട്ട് എടുക്കാം. അതായത് ബി സി 3, അടുത്തത് ഹൈറ്റ് ആയിട്ട് എടുക്കാം, അത് 4. ഏറ്റവും വലുതായിരിക്കും ഹൈപ്പോട്ടന്യൂസ് അല്ലേ. ഒരു റൈറ്റ് ട്രയാങ്കിളിൽ ഏറ്റവും വലിയ സൈഡാണ് ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഇതിൽ വലുതായതാ 5, അത് എടുക്കുക. എ സി 5 എടുക്കാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ എഫ് സി എന്തായിരിക്കും, എഫ് സി എന്ന് പറയുന്നത് ഇതും ബി സി എന്ന് പറഞ്ഞാൽ 3 ആണ്. അതിൽ ബി എഫ് വരെ എക്സ് ആണ്. അപ്പോൾ ബാക്കിയുള്ള 3യിൽ നിന്ന് എക്സ് മൈനസ് ചെയ്തായിരിക്കും അല്ലേ, 3 മൈനസ് എക്സ് ആണ്. ഇവിടെ എ ഇ എന്തായിരിക്കും, എ ബി എന്ന് പറയുന്നത് 4 ആണ്. അതിൽ ഇ ബി വരെ എക്സ് ആണ്. അപ്പോൾ ബാക്കിയുള്ള പാർട്ട് എന്തായിരിക്കും, ഈ 4ൽ നിന്ന് എക്സ് മൈനസ് ചെയ്ത്, അതായത് 4 മൈനസ് എക്സ് ആണ് അല്ലേ. ഓക്കെ, നമുക്കെന്താ കണ്ടുപിടിക്കേണ്ടത്, സ്ക്വയറിൻ്റെ സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഓൾറെഡി കണ്ട റേഷ്യോ ഉണ്ട്, എന്താ എ ഇ ബൈ ഡി എഫ് ഈസ് ഈക്വൽ ടു ഇ ഡി ബൈ എഫ് സി. ഇത് നമ്മളിവിടെ ഓൾറെഡി പ്രൂവ് ചെയ്താണ് അല്ലേ. അപ്പോൾ എ ഇ എന്ന് പറയുന്നത് എന്താണ്, 4 മൈനസ് എക്സ് ആണ് അല്ലേ. സോ 4 മൈനസ് എക്സ് ബൈ ഡി എഫ് എന്ന് പറയുന്ന സ്ക്വയറിൻ്റെ സൈഡ് എക്സ് ആണ്, ഇസ് ഈക്വൽ ടു ഇ ഡി എന്ന് പറയുന്നത് എന്താണ്, എക്സ് ആണ്, സ്ക്വയറിൻ്റെ സൈഡാണ്, ബൈ എഫ് സി എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കണ്ടു 3 മൈനസ് എക്സ് ആണ് അല്ലേ. സോ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, ആദ്യം ഇവ രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം, നടുക്ക് ഈക്വൽ ടു, പിന്നെ ഇവ രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. ദാറ്റ് ഈസ് 4 മൈനസ് എക്സ് ഇൻറ്റു 3 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ്. 4 മൈനസ് എക്സ് ഇൻറ്റു 3 മൈനസ് എക്സ് എന്താണ്, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ആദ്യം ഈ ഫസ്റ്റ് നമ്പറും 4 ഇൻറ്റു 3 അത് എത്രയാണ്, 12. പിന്നെ
4 ഇൻറ്റു മൈനസ് എക്സ് മൈനസ് 4x ആണ്. ഇനി മൈനസ് എക്സ് ഇൻറ്റു 3 ദാറ്റ് ഈസ് മൈനസ് 3x മൈനസ് എക്സ് ഇൻറ്റു മൈനസ് എക്സ് മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആണ്. അപ്പോൾ പ്ലസ് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ. സോ പ്ലസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ അല്ലേ. സോ ദിസ് ഈസ് നമുക്ക് എക്സിൻ്റെ ടേംസൊക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാം, നമ്പേഴ്സ് ഈക്വൽറ്റിൻ്റെ മറ്റേ ഭാഗത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പ്ലസ് 12നെ ഈക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 12 ആകും. പ്ലസ് എക്സ് സ്ക്വയറിനെ ഈക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് എക്സ് സ്ക്വയർ ആകും അല്ലേ. സോ ദിസ് ഈസ് മൈനസ് എക്സ് സ്ക്വയർ, പിന്നെ ഇവിടെ ഓൾറെഡി ഉള്ള മൈനസ് 4x മൈനസ് 3x പ്ലസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ 12നെ അങ്ങോട്ട് കൊണ്ടുപോയില്ല അപ്പോൾ മൈനസ് 12. സോ ദിസ് ഈസ് മൈനസ് എക്സ് സ്ക്വയറും പ്ലസ് എക്സ് സ്ക്വയറും 0 ആണ് അല്ലേ. പിന്നെ മൈനസ് 4x മൈനസ് 3x ടോട്ടൽ മൈനസ് 7x ആണ്. സോ മൈനസ് 7x ഈസ് ഈക്വൽ ടു എന്താ മൈനസ് 12. അതായത് രണ്ട് ഭാഗത്ത് മൈനസ് ഉണ്ട്, അത് ക്യാൻസൽ ആവും. സോ 7x ഈസ് ഈക്വൽ ടു എന്താണ് 12. സോ എക്സ് എന്തായിരിക്കും, എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഈ ഇൻറ്റു 7നെ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും ബൈ 7 ആകും അല്ലേ. സോ എക്സ് ഈസ് ഈക്വൽ ടു 12/7. 12/7 എന്ന് വെച്ചാൽ എന്താണ്, കോഷ്യൻ്റ് 1 അല്ലേ. സോ 1 റിമൈൻഡർ 5/7 അല്ലേ. 1 5/7 സെൻറ്റിമീറ്റർ. സോ സൈഡ് ഓഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 5/7 സെൻറ്റിമീറ്റർ.